Radio Library. Radio Library with RJ Radish. ഹലോ, എല്ലാവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6-ൽ ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയമാണ്. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. ഒരിക്കൽ നമ്മൾ പരിചയപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകം ഇന്ന് ഒന്നുകൂടി പരിചയപ്പെടാനായിട്ട് പോകുന്നു. അന്ന് പുസ്തകം എഴുതിയ ആള് തന്നെ നമ്മളുടെ കൂടെ വന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ജാഫർ AP എഴുതിയ മലകളുടെ മൗനം. ഡോക്ടർ ജാഫർ AP തന്നെ നമ്മളുടെ കൂടെ വന്ന് ഈ പുസ്തകത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പുസ്തകം വളരെ നന്നായിട്ട് വായിക്കുകയും ആ പുസ്തകത്തിന്റെ ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് നമുക്ക് വായിച്ചു തരാനായിട്ട് ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരൻ തന്നെയാണ് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത്, ജാബിർ റഹ്മാൻ. ജാബിർ റഹ്മാൻ, വെൽക്കം ടു റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറി. താങ്ക് യു രതീഷ്. എഴുത്തുകാരനെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഏറ്റവും പുതിയ പുസ്തകം റിലീസായി ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലേറ്റിൽ വരച്ച സന്ധ്യകൾ, അതിന് തന്നെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? വളരെ നന്ദി ചോദിച്ചതിന്. നല്ല റെസ്പോൺസ് ഉണ്ട്. കറണ്ട് ബുക്സിൽ നിന്നൊക്കെ നന്നായിട്ട് വിറ്റുപോകുന്നൊക്കെ എന്നെ അറിയിച്ചിരുന്നു. വായിച്ച ഒത്തിരി ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു, പേഴ്സണലി മെസ്സേജ് ഒക്കെ അയച്ചു. ചില ആൾക്കാർ FB-ലൊക്കെ കുറിപ്പുകളൊക്കെ എഴുതി. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു. ഒരുപാട് പേരിലേക്ക് പുസ്തകം എത്തട്ടെ റേഡിയോ ലൈബ്രറി ആശംസിക്കുകയാണ്. താങ്ക് യു. അപ്പൊ ഇന്ന് നമ്മള് മലകളുടെ മൗനം എന്ന പുസ്തകം, ഇത് ശരിക്കും പറഞ്ഞൊരു അനുഭവക്കുറിപ്പാണ്. ഡോക്ടറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ അധികം എക്സ്പീരിയൻസുകൾ പറഞ്ഞു പോകുന്ന ഒരു പുസ്തകമാണ്. നമുക്കൊക്കെ ഉപകാരമാകുന്ന, ചിലത് വായിച്ച് കണ്ണ് നനയുന്ന കുറേയധികം കാര്യങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഈ പുസ്തകത്തിന്റെ ഓരോ പേജുകളും ജാബിർ നമുക്ക് വേണ്ടിയിട്ട് വായിക്കാൻ പോവാണ്. വയലിലെ ലില്ലികൾ. അവളെ പോലെ സുന്ദരിയായ പെൺകുട്ടിയെ അധികമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഗലീലയിലെ മഞ്ഞ് പോലെ ലോലമായ ലില്ലിപ്പൂക്കളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവളുടെ പെരുമാറ്റത്തിലെ നൈസർഗികതയും ചുണ്ടുകളിൽ വിരിയുന്ന നിഷ്കളങ്കതയും കുപ്പിവളകൾ വെണ്ണക്കല്ലിൽ വീണുടയുന്നത് പോലുള്ള സംസാരവും അലിവുള്ള കണ്ണുകളും കാണുമ്പോൾ ഇവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെയോ എന്ന് സംശയിച്ചു പോകും. ഒലിവ് മരങ്ങൾ പൂത്തു നിൽക്കുന്ന ഫലസ്തീനിലാണ് അവളുടെ വേരുകൾ. എനിക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് രോഗമുണ്ട്. സംസാരമധ്യേ ഒരിക്കൽ അവൾ പറഞ്ഞു. അത് പറയുമ്പോഴും ദൈന്യതയുടെയോ ആത്മനിന്ദയുടെയോ ലാഞ്ചന പോലും കണ്ടില്ല. വൈദ്യശാസ്ത്രത്തിൽ ഉന്നത ബിരുദത്തിന് പഠിക്കുന്ന അവൾക്ക് തന്റെ അസുഖത്തെപ്പറ്റി നല്ലപോലെ അറിയാം. ചിലപ്പോൾ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ അവൾക്ക് ഇതുപോലെ നടക്കാനും പുഞ്ചിരിക്കാനും പറ്റിയില്ലെന്നും വരാം. ലില്ലിപ്പൂക്കൾക്ക് ആയുസ് അധികമില്ലല്ലോ. അതോർത്തപ്പോൾ എന്റെ ഇടനെഞ്ച് ഒന്ന് പിടഞ്ഞു. അപ്പോഴും അവൾ കാപ്പി മോന്തി കുടിച്ച് പൊട്ടിച്ചിരിച്ചതേയുള്ളൂ. ചിലർ അങ്ങനെയാണ്. കരയാൻ കാരണങ്ങൾ പലതുമുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ടേയിരിക്കും. ആരോടും അവർ അനുകമ്പ യാചിക്കുന്നുമില്ല. നടത്തയിലെ അന്തസ്സും പെരുമാറ്റത്തിലെ കുലീനതയും മോടിയും കാണുമ്പോൾ അവർ ഒളിച്ചു വെക്കുന്ന സങ്കടങ്ങൾ ആരും തിരിച്ചറിയുകയില്ല. ഒപ്പം ജോലി ചെയ്യുന്ന ഫിലിപ്പിനോ പെൺകുട്ടിയെ കാണുമ്പോഴാണ് ഉടുപ്പും മുടിയും എനിക്ക് ഒരാൾക്ക് എത്ര മോഹിനിയാകാൻ പറ്റുമെന്ന് അത്ഭുതപ്പെട്ടു പോവുക. തന്റെ ജോലിയിൽ അവൾ വളരെ മിടുക്കിയുമാണ്. എന്നാൽ താൻ കാണുന്ന ദുസ്വപ്നങ്ങളെക്കുറിച്ചും ഉള്ളിൽ നിറയുന്ന ആധിയെക്കുറിച്ചും അവൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാനേ ആയില്ല. പറഞ്ഞല്ലോ, നമുക്ക് ആരെയും പുറംഭാവം നോക്കി വിലയിരുത്താൻ കഴിയില്ലെന്ന്. ഓരോരുത്തരുടെയും നെഞ്ചിൽ നീറുന്ന നോവുകളുടെ ആഴം അളക്കാനാവില്ലെന്ന്. ജീവിതത്തിന്റെ ഏതെല്ലാമോ മേഖലകളിൽ എത്രമേൽ വിജയിച്ചു നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും ആത്മസങ്കടങ്ങളുടെ ഒരു അഗ്നിപർവ്വതം അവരുടെ നെഞ്ചിൻ കൂടിനകത്ത് പുകയുന്നുണ്ടാവും. നാം അത് ഒരിക്കലും തിരിച്ചറിയണമെന്നില്ല. അതുകൊണ്ട് പരിചിതരോടും വഴിപോക്കരോടും ഇത്തിരി കരുണ കാണിക്കുക. ഒരു പുഞ്ചിരിയോ കൈത്താങ്ങോ നല്ല വാക്കോ മതിയാവും. കരിഞ്ഞു പോകുമായിരുന്ന ഒരു ജീവിതം പൂത്തുലയുന്നതിന്. എ റാൻഡം ആക്ട്സ് ഓഫ് കൈൻഡ്നസ്. നിറയെ ആളുകളുള്ള ബസ്സിൽ തൊട്ടു മുമ്പിലെ സീറ്റിൽ ഇരിക്കുന്ന ആൾ ഓരോ കവലയിൽ ബസ് നിർത്തുമ്പോഴും കോഴിക്കോട്ട് എത്തിയോ എന്ന് ചോദിച്ച് പിറുപിറുക്കുകയാണ്. വായിച്ചുകൊണ്ടിരുന്ന പ്രസിദ്ധീകരണത്തിൽ നിന്നും കണ്ണെടുക്കാതെ, മനസ്സിലെ കലിപ്പ് പുറത്തു കാണിക്കാതെ സ്റ്റേഷനെത്തിയാൽ പറയാമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ബസ് കിതച്ചുകൊണ്ട് സ്റ്റേഷനിൽ നിന്നു. ഇവിടെയാണ് ബാക്കിയുള്ള എല്ലാ യാത്രക്കാർക്കും ഇറങ്ങേണ്ടത്, എനിക്കും അയാൾക്കും. അയാൾ മടക്കി വെച്ച വെളുത്ത വടി നിവർത്തി ബസ്സിൽ നിന്നും ഇറങ്ങി. ജന്മനാ അന്ധനായ ഒരാളുടെ വളരെ സ്വാഭാവികമായ ഉത്കണ്ഠകളാണ് ബസ്സിൽ അയാൾ കാണിച്ച വെപ്രാളത്തിന്റെ കാരണമെന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് തിരിച്ചറിയാതെ പോയ എന്റെ അകക്കണ്ണിന്റെ അന്ധതയോളം വരില്ല ആ മനുഷ്യന്റെ കാഴ്ചക്കുറവ്. അയാൾക്ക് ഒരു ചെറിയ അപേക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ കാലങ്ങളായി നല്ലപോലെ പരിചരിക്കുന്ന തന്റെ പരിചയക്കാരൻ നടത്തുന്ന റെസ്റ്റോറന്റിലേക്ക് ഒന്ന് വഴി നടത്തി കൊടുക്കണം. 2 മിനിറ്റ് വഴി ദൂരം, അത്രമാത്രം. അപരിചിതരും അജ്ഞാതരുമായ ഏതെല്ലാമോ ആളുകൾ പല സന്ദർഭങ്ങളിൽ കൈപിടിച്ചുയർത്തിയതുകൊണ്ടാണ് നാം ഇപ്പോഴും നെഞ്ചു വിരിച്ച് എഴുന്നേറ്റ് നടക്കുന്നത്. അവരിൽ നാം നിസ്സാരരായി ഗണിക്കുന്ന മനുഷ്യരുമുണ്ട്. പെരുവഴിയിൽ നട്ടുച്ച നേരത്ത് കാറിന്റെ ടയർ പഞ്ചറായി നട്ടം തിരിഞ്ഞു നിൽക്കുന്ന നേരം, കത്തിയെരിയുന്ന മരുഭൂമിയിലെ സൂര്യനിൽ വിയർത്തു കുളിച്ചു നിൽക്കുമ്പോഴാണ് ഒരു നേപ്പാളി പയ്യൻ വന്ന് കൂടെ കൂടുന്നത്. ജാക്കി പൊക്കി ടയർ മാറ്റി ഒരു പുഞ്ചിരിയുമായി അവൻ തിരിച്ചു പോകുമ്പോൾ മനസ്സിൽ 1000 വർണ്ണപ്പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞതുപോലുള്ള ആശ്വാസം. അങ്ങനെയാണ് അജ്ഞാതരായ ചില ആളുകൾ. അവർ നമ്മെ സഹായിക്കാൻ മാത്രമായി എവിടെ നിന്നോ ഓടിയെത്തും. മെയ് മാസത്തിൽ ഹെർമൻ മലനിരകളിൽ വിരിയുന്ന അപൂർവ വർണ്ണത്തിലുള്ള ആർദ്രമായ പരിമളം പരത്തുന്ന കാറ്റിലുലയുന്ന മെലിഞ്ഞ തണ്ടുകളുള്ള ലില്ലിപ്പൂക്കളെ പോലെ. ഗൾഫിൽ വന്ന ഉടനെയുള്ള ഒരു ദിവസം ആശുപത്രിയിൽ ജോലിക്ക് പോവാൻ ടാക്സിയും കാത്ത് വഴി
വഴിയരികിൽ നിൽക്കുകയാണ്. പൊതുവാഹനങ്ങൾ അക്കാലത്ത് അപൂർവമായിരുന്നു. ടാക്സി കിട്ടാൻ ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും. ഓഗസ്റ്റ് മാസത്തിലെ നട്ടുച്ചയിൽ പൊള്ളുന്ന ചൂടാണ്. അപ്പോഴാണ് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കാറുമായി വന്ന് കയറാൻ പറയുന്നത്. ഞാൻ ജോർദാനിൽ നിന്നും ഈയിടെ വന്നതാണ്. അവിടെ ഒരു കമ്പനിയിൽ എഞ്ചിനീയർ. ഏതാനും മാസത്തെ ജോലിക്ക് എന്നെ കമ്പനി ഇവിടേക്ക് അയച്ചതാണ്. അത് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും. അതുകൊണ്ട് ഞാൻ സ്വന്തമായി കാറ് വാങ്ങിയില്ല. പക്ഷെ ഇവിടെ ടാക്സി കിട്ടാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാറ് വാടകയ്ക്ക് എടുത്തു. നിങ്ങൾ ഇവിടെ വഴിയിൽ കാത്തിരിക്കുന്നത് ഞാൻ ഫ്ളാറ്റിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കാറുമായി വന്നതാണ്. സ്റ്റീരിയോയിൽ നിന്നും ഒഴുകി വന്ന മധുരമായ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം അല്പം കുറച്ച് അവൻ പറഞ്ഞു. ആശുപത്രി മുറ്റത്ത് എന്നെ വിട്ട് സലാം പറഞ്ഞ് അവൻ തിരിച്ചുപോയി. എനിക്ക് അവനെയോ അവൻ എന്നെയോ അറിയില്ല. അതിനു മുമ്പോ ശേഷമോ ഒരിക്കലും കണ്ടിട്ടുമില്ല. അറിയുക, വയലുകളിലെ ലില്ലിപ്പൂക്കളെ പോലെ ആധിയില്ലാതെ നിറവും സൗരഭ്യവും വാരി വിതറി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് നമുക്ക് ചുറ്റും ഇപ്പോൾ വട്ടമിട്ടിരിക്കുന്ന വ്യാധിയുടെയും മരണത്തിന്റെയും ക്ലേശകാലത്ത് നമുക്ക് പഠിക്കാവുന്ന പാഠം ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ചും അസ്ഥിരതയെക്കുറിച്ചുമാണ്. ലോകത്തെ ചികിത്സിച്ച് ഭേദമാക്കാൻ മരുന്നുകളോടൊപ്പം ഇത്തിരി കാരുണ്യവും കൂടി വേണം. കൃപ പറ്റിവരണ്ട് ഉഷ്ണഭൂമി പോലെയായ മനസ്സുകളിലാണ് വെറുപ്പിന്റെ പ്രത്യശാസ്ത്രങ്ങൾ വേലിറക്കുന്നതും കത്തിയമരുന്ന മനുഷ്യ ശരീരങ്ങളുടെ രൂക്ഷഗന്ധത്തിലും പുകയിലും നഗരങ്ങൾക്ക് ശ്വാസം കിട്ടാതെ വരുന്നതും. വിശുദ്ധ വേദ പുസ്തകത്തിൽ പാടങ്ങളിലെ ലില്ലിപ്പൂക്കളെ പോലെ ജീവിക്കാൻ പറഞ്ഞ യേശുവിന്റെ വചനപ്പെരുമയുടെ പൊരുൾ ഇപ്പോൾ നാം ഓരോരുത്തരും അറിയുന്നുണ്ടല്ലോ. വയലിലെ ലില്ലികൾ എന്ന ചാപ്റ്റർ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ ആയിട്ടുള്ള മലകളുടെ മൗനം എന്ന ചാപ്റ്ററാണ്. ആളുകളും ബഹളവും നിറഞ്ഞ ഏതൻസ് നഗരത്തിൽ നിന്നും ഓർത്തഡോക്സ് ക്രൈസ്തവ സന്യാസിമാരും സന്യാസിനിമാരും പാർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന മലകളാൽ ചുറ്റപ്പെട്ട മെറ്റിയോറ മഠങ്ങളിലേക്കാണ് ഞങ്ങൾക്ക് പോവേണ്ടത്. കാടും കുന്നുകളും നിറഞ്ഞ ഗ്രീസ് മോഹിപ്പിക്കുന്ന മഠങ്ങളുടെ കൂടി നാടാണ്. അത്തോസ് മലയിലെ അത്തരമൊരു ധ്യാന കേന്ദ്രത്തിലാണ് നിക്കോസ് കസാന്തസാക്കീസ് പണ്ടൊരിക്കൽ അല്പകാലം പാർത്തിരുന്നത്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുമായി ഇണങ്ങിയും പിണങ്ങിയും വിശ്വസിച്ചും കലഹിച്ചും ജീവിച്ച കസാന്തസാക്കീസ് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രശസ്തനായ ഗ്രീക്ക് സാഹിത്യകാരനാണ്. പൗരാണികമായ തന്റെ നാടിന്റെയും സംസ്കാരത്തിന്റെയും സന്ദിഗ്ധതകളും സന്ദേഹങ്ങളും വരച്ചിട്ട എഴുത്തുകാരൻ. ആധുനിക ഗ്രീസിന്റെ കണ്ണാടി എന്ന് പറയാം. കലാകാരന്മാർ നാടിന്റെ കണ്ണാടികളാണെങ്കിൽ ടാക്സി ഡ്രൈവർമാർ നഗരത്തിന്റെ മാപിനികളാണ്. ഒരു നാടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സ്പന്ദനങ്ങൾ അറിയാനും അകത്തു പോയുന്ന അതൃപ്തികൾ അളക്കാനുമുള്ള മാപിനികൾ. ഏഥൻസിൽ നിന്നും മെറ്റിയോറയിലേക്ക് മണിക്കൂറുകളുടെ ദൂരമുണ്ട്. അതുകൊണ്ട് ഡ്രൈവർ യോർഗോസിന് പറയാനും ഞങ്ങൾക്ക് കേൾക്കാനും വേണ്ടത്ര സമയമുണ്ട്. ഗ്രീസ് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാവുന്നതുവരെ ജീവിതം എളുപ്പമായിരുന്നു. അന്ന് സ്വന്തം നാണയമായിരുന്ന ഡ്രക്മയാണ് ഉപയോഗിച്ചിരുന്നത്. ജീവിത ചെലവ് വളരെ കുറവായിരുന്നു. എന്നാൽ യൂറോയിലേക്ക് മാറിയതോടെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വില കയറി. ഇപ്പോൾ ജീവിതം ദുസ്സഹമാണ്. യോർഗോസിന്റെ വാക്കുകളിൽ അസംതൃപ്തി നുരയുകയാണ്. ജർമ്മനി വെച്ച കെണിയിൽ തന്റെ നാട് വീണുപോയി എന്ന് വിലപിക്കുന്നത് പോലെ തോന്നും. യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായതുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടല്ലോ. നിങ്ങൾക്ക് യൂറോപ്പിൽ എവിടെയും നിയന്ത്രണമില്ലാതെ യാത്ര ചെയ്യാം, ജോലി ചെയ്യാം. അതൊക്കെ ഗുണങ്ങളല്ലേ? ഞാൻ ചോദിച്ചു. കുറച്ചു കാലം ബെർലിനിലെ റെസ്റ്റോറന്റിൽ പണിയെടുത്തിരുന്നു. ഇവിടത്തേക്കാൾ കൂടുതൽ വരുമാനവും കിട്ടിയിരുന്നു. എന്നാൽ അധിക കാലം എനിക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല. ജർമ്മൻകാർക്ക് ജോലി എന്ന ഒറ്റ വിചാരമേ ഉള്ളൂ. എല്ലാം കിറുകൃത്യം. എന്നെ കൊണ്ട് അങ്ങനെ ജീവിക്കാനാവില്ല. യോർഗോസ് കുലുങ്ങിച്ചിരിക്കുകയാണ്. പശ്ചിമ നാഗരികതയുടെ പിള്ളത്തൊട്ടിലായാണ് ഗ്രീസ് അറിയപ്പെടുന്നത്. യവനശാസ്ത്രവും തത്വചിന്തയും പാശ്ചാത്യ സംസ്കാരത്തിന്റെ ആധാരമായി ഗണിക്കപ്പെടുന്നു. ഗ്രീസ് നേറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും അംഗവുമാണ്. എന്നാൽ ഗ്രീസിന്റെ ദൈനംദിന ജീവിതത്തിന് പടിഞ്ഞാറിനേക്കാൾ കിഴക്കുമായാണ് സാമ്യമെന്ന് തോന്നും. ഉല്ലാസങ്ങളിൽ അഭിരമിക്കുന്ന മെഡിറ്ററേനിയൻ ഉദാസീനതയും അലംഭാവവും യോർഗോസിന് ബെർലിനിൽ തുടരാൻ കഴിയാതെ പോയതിൽ അത്ഭുതമില്ല. ഏഥൻസ് രാജവീതിയിലൂടെ യോർഗോസ് വണ്ടി ഓടിക്കുകയാണ്. അങ്ങാടിയുടെ നടുക്ക് കണ്ട പ്രാവുകൾ കൂടുകെട്ടുകയും കുറുകിപ്പറക്കുകയും ചെയ്യുന്ന മിനാരങ്ങളുള്ള കെട്ടിടം കാണിച്ച് യോർഗോസ് പറഞ്ഞു. 3 നൂറ്റാണ്ടുകളിലേറെ ഉസ്മാനികൾ ഗ്രീസ് ഭരിച്ചിരുന്നു. ഇവിടുത്തെ പല നഗരങ്ങളിലും അവർ പണിത പള്ളികൾ ഉണ്ടായിരുന്നു. പിന്നീട് അവ ചർച്ചുകളും മ്യൂസിയങ്ങളുമായി മാറി. പലതും കാലപ്പഴക്കം കൊണ്ട് നശിച്ചു. എന്നാൽ ചിലത് ബാക്കിയായി. ഗതകാല പ്രതാപത്തിന്റെ ഗൃഹാതുര ഓർമ്മകൾ പേര് നടക്കുന്ന ട്രിക്കാലയിലെ ഉസ്മാൻ ഷാ മസ്ജിദും വഴിമധ്യേ യോർഗോസ് കാണിച്ചു തന്നു. ഇപ്പോൾ യുനെസ്കോയുടെ സംരക്ഷിത മ്യൂസിയമാണ്. തുറന്നുവച്ച കിളിവാതിലിലൂടെ ആൾപെരുമാറ്റമില്ലാത്ത മസ്ജിദിനകത്തെ മിഹ്റാബ് നോക്കി നിന്നപ്പോൾ അനേകം അടരുകളുള്ള ചരിത്രത്തിൽ മാറി മാറി വരുന്ന ജനപഥങ്ങളുടെ ഉത്ഥാന പതനങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്തുകൊണ്ടിരുന്നു. ദുർഘടമായ മലമ്പാതകൾ കടന്ന് കാർ മെറ്റിയോറ മഠത്തിന്റെ മുറ്റത്ത് എത്തിച്ചേർന്നു. നഗരങ്ങളുടെ കോലാഹലങ്ങളില്ലാത്ത വന്യമായ സൗന്ദര്യവും പ്രശാന്തതയും നിറഞ്ഞ ആശ്രമങ്ങൾ കണ്ടപ്പോൾ തപിക്കുന്ന ചിന്തകളുമായി നടന്ന കസാന്തസാക്കീസ് യൗവനകാലത്ത് ഏതോസിലേക്ക് ഉൾവലിഞ്ഞതിൽ അസ്വാഭാവികത തോന്നിയില്ല. ഗ്രീക്ക് രാഷ്ട്രീയ പ്രക്ഷുബ്ധതയ്ക്കും ചരിത്ര കമ്പനങ്ങൾക്കുമിടയിലും യവന സംസ്കാരത്തെയും ഓർത്തഡോക്സ് വിശ്വാസ സംഹിതയെയും സംരക്ഷിച്ചു നിർത്തിയതിൽ ഈ മഠങ്ങൾ വലിയ പങ്ക് വഹിച്ചിരുന്നുവെന്ന് കരുതുന്നവരുണ്ട്. കൂടെയുണ്ടായിരുന്ന പ്രിയ സുഹൃത്ത് ബെഞ്ചമിനെ മെറ്റിയോറയിലെ പ്രാർത്ഥനയും ജീവിതക്രമവും തന്റെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്കുള്ള തീർത്ഥാടനമായി അനുഭവപ്പെട്ടപ്പോൾ മലകളും മതവിശ്വാസങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. മലകൾ ഒളിപ്പിച്ചു വെച്ച മൗനത്തിനകത്തു നിന്നാണ് വിശ്വാസ സംസ്കാരം
കൃതികൾ പലതും പിറവിയെടുത്തത്. കസാന്ത് സാക്കീസിന്റെ വിശ്വാസവും ചിന്തകളും രൂപപ്പെടുത്തുന്നതിലും ആത്മാവിന്റെ വേവുകൾ തണുപ്പിക്കുന്നതിലും എത്തോസിലെ ഏകാന്തവാസത്തിനും പ്രാർത്ഥനയ്ക്കും പങ്കുണ്ടാവും. ചിലപ്പോഴെങ്കിലും മലകളുടെ മൗനത്തിൽ ഏകാന്തനായിരിക്കാൻ സമയം കാണണം. മൗനവും മലകളും നമ്മെ വിമലീകരിച്ചെന്ന് വരും. അപ്പൊ ഇനി നമ്മൾ വായിച്ചറിയാൻ പോകുന്ന ഒരു ചാപ്റ്റർ കൽബ് എന്നാണ് പേര്. 9 വയസ്സുള്ള മകനെ വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ടാണ് സ്മിത കൺസൾട്ടേഷൻ ദിവസം ക്ലിനിക്കിൽ വരിക. മകനെ ഒപ്പം കൂട്ടാതെ അവൾക്ക് എവിടെയും പോകാനാവില്ല. കാരണം സെറിബ്രൽ പാൾസി വന്ന് കൈകാലുകൾ തളർന്ന് ബുദ്ധിവളർച്ചയില്ലാത്ത കുട്ടിയാണവൻ. 9 വയസ്സായെങ്കിലും എല്ലാത്തിനും പരസഹായം വേണം. വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാവുന്ന നിസ്സാരമായ ആരോഗ്യ പ്രശ്നങ്ങളെ സ്മിതയ്ക്കുള്ളൂ. തൈറോയിഡിനും വിളർച്ചയ്ക്കുമുള്ള ഗുളികകൾ അവൾ കഴിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് 3 മാസം കൂടുമ്പോൾ അവൾ ക്ലിനിക്കിൽ വരുന്നത്. അവളുടെ മകന്റെ കാര്യം എന്നാൽ അങ്ങനെയല്ല. ജന്മവൈകല്യം മൂലം തീർത്തും നിസ്സഹായമായ ഒരവസ്ഥ. 9 വയസ്സിൽ 9 മാസത്തെ വളർച്ച പോലുമില്ല. ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പരസഹായം വേണം. സംസാരശേഷിയില്ല, നടക്കാനുമാവില്ല. കിടക്കയും വീൽചെയറുമാണ് അവന്റെ ലോകത്തിന്റെ അതിരുകൾ. ഉറങ്ങുമ്പോൾ പോലും അവന്റെ മേൽ ഒരു കണ്ണു വേണം, അല്ലെങ്കിൽ ഉമിനീർ വിഴുങ്ങി ശ്വാസം നിലച്ചു പോവാം. ജീവിച്ചിരിക്കുന്നുവെന്ന് പോലും ആ പാവം അറിയുന്നുണ്ടാവില്ല. സ്മിത നല്ല വിദ്യാഭ്യാസമുള്ള യുവതിയാണ്. രാപ്പകൽ മകനെ പരിപാലിക്കേണ്ടതുകൊണ്ട് അവൾ ജോലിയിൽ നിന്നും രാജിവെക്കുകയായിരുന്നു. ഒരു ജന്മനിയോഗം പോലെയാണ് അവൾ കുട്ടിയെ പോറ്റുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഇളയ മകന് നൽകുന്നതിൽ കൂടുതൽ ശ്രദ്ധയും ലാളനയും ബുദ്ധിയും ശരീരവും തളർന്ന മൂത്ത മകന് അവൾ നൽകുന്നുണ്ട്. സ്മിത ക്ലിനിക്കിൽ വന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ അവൾക്ക് മാത്രം വശമുള്ള ഭാഷയിൽ മകനുമായി സംവദിച്ച് ഒന്ന് ചിരിപ്പിക്കും. അവനൊന്ന് ചിരിക്കുമ്പോൾ സ്മിതയുടെ മുഖത്ത് 1000 വർണ്ണപ്പൂക്കൾ വിരിയും. അത് കണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും പേരറിയാത്ത പല മാലിന്യങ്ങളും നീങ്ങിപ്പോകുന്നത് പോലെ തോന്നും. സ്മിതയുടെ ജീവിതം അനേകം അർത്ഥതലങ്ങളുള്ള ഒരു പാഠപുസ്തകമാണ്. സ്വപ്നങ്ങളുടെയും കാമനകളുടെയും ചിറകിലേറി പറക്കാൻ ശേഷിയുള്ള ആരോഗ്യവും വിദ്യാഭ്യാസവുമുള്ള ഒരു യുവതിയുടെ ജീവിതമാണ്. ശ്വസിക്കുന്ന മാംസപിണ്ഡമെന്ന് വിളിക്കാവുന്ന ഒരു കുട്ടിക്ക് കാവലിരുന്ന് എരിഞ്ഞു തീരുന്നത്. അവന് കൂട്ടിരിക്കാൻ വേണ്ടിയാണ് അവൾ ജോലി രാജിവെച്ചത്. ആഘോഷവും ആർപ്പുവിളികളും വേണ്ടെന്ന് വെക്കുന്നത്. അവനാണ് അവളുടെ ദിനചര്യയുടെ ക്രമം നിശ്ചയിക്കുന്നത്. അവൻ ഉറങ്ങുമ്പോൾ അവൾ ഉറങ്ങും, ഉണരുമ്പോൾ ഉണരും. ജീവിച്ചിരിക്കുന്നുവെന്ന് പോലും സ്വയം ബോധമില്ലാത്ത ഒരു കുരുന്നിനു വേണ്ടിയാണ് അവളുടെ ത്യാഗങ്ങൾ അത്രയും. ഒരിക്കലും അവളെ അമ്മയെന്ന് വിളിച്ചിട്ടില്ലാത്ത 9 വയസ്സുകാരൻ. അവളൊന്ന് കണ്ണു ചിമ്മിയാൽ എന്നേക്കുമായി അവൻ കണ്ണടച്ചെന്ന് വരും. നേർത്തൊരു ഞരക്കം പോലുമില്ലാതെ അവന്റെ കൈകാലുകൾ മഞ്ഞുപോലെ തണുത്ത് മരണത്തിലേക്ക് വീഴും. ബുദ്ധിയും ഭംഗിയും പണവും ആരോഗ്യവുമുള്ളവർ മാത്രം പാർക്കുന്ന തീര നൂതന ലോകമാണ് ആധുനിക മനുഷ്യന്റെ സ്വപ്നലോകം. ലാഭഛേദങ്ങൾ കണക്കുകൂട്ടി നിശിതമായി വിചാരണ ചെയ്യുന്ന നിർദ്ദയ ലോകം. ആ ലോകത്തിന്റെ പരിമിതിക്കും കഥയില്ലായ്മയ്ക്കും നേരെ തിരിച്ചുവെച്ച കണ്ണാടിയാണ് സ്മിതയുടെ ജീവിതം. ഗണിതയുക്തി കൊണ്ട് ആലോചിച്ചാൽ അവളുടെ ജീവിതം ഒരു പാഴ്വേലയാണ്. ഒരു മാംസപിണ്ഡത്തിന്റെ ശ്വാസോച്ഛ്വാസത്തിനെ കാവലിരിക്കാൻ സ്വന്തം ജീവിതം എറിഞ്ഞുടയ്ക്കുന്ന ഒരു യുവതിയുടെ കഥയില്ലായ്മ. പക്ഷേ അവളുടെ സംവേദനം ഹൃദയം കൊണ്ടാണ്. ലാഭഛേദങ്ങളുടെ കണക്ക് പുസ്തകം മാത്രമായി ജീവിതത്തെ കാണാത്ത അലിവും ആർദ്രതയും നിറഞ്ഞ അതീന്ദ്രിയ സൗന്ദര്യമുള്ള ജീവിതം ഒരു ഭാവഗീതം. കൽബുകൊണ്ട് സംവേദിക്കാൻ അറിയണം. ഇല്ലെങ്കിൽ ജീവിതം നനവും ഈർപ്പവുമില്ലാത്ത നരച്ച തരിശുഭൂമിയായി മാറും. തലച്ചോറും വേണം. ഇല്ലെങ്കിൽ ജീവിതം ഒരു പാഴ്ക്കിനാവ് മാത്രമാകും, ഒരു കാൽപ്പനിക അസംബന്ധം. കണക്കും കവിതയും സമാസമം ചേരുമ്പോഴാണ് ജീവിതം സുന്ദരമാവുന്നത്. താർക്കിക ബുദ്ധി കൊണ്ട് നിർവചിക്കാനാവാത്ത നമ്മുടെ കണക്ക് പുസ്തകത്തിനപ്പുറത്തുള്ള ആത്മീയ ഉള്ളടക്കമുള്ള സംഗീതമാണ് സ്മിതയുടെ ജീവിതം. സാന്ത്വനമായ സങ്കടങ്ങളെ സ്നേഹസാഗരമാക്കുന്ന കൽബിൽ വിരിഞ്ഞ ചേതോഹരമായ കവിത. ഇനി നമ്മൾ വായിച്ചറിയാൻ പോകുന്നത് രോഗി എന്ന ചാപ്റ്ററാണ്. കഥയേക്കാൾ വിചിത്രമാണ് ചിലപ്പോൾ അനുഭവങ്ങൾ. ഉള്ളം പൊള്ളിക്കുകയും അമ്പരിപ്പിക്കുകയും ചെയ്യുന്ന നേരറിവുകൾ. അസ്ഥിരോഗ വിഭാഗത്തിൽ മുതുകിനും മടമ്പിനും സാരമായ ക്ഷതം പറ്റി ചികിത്സയിലാണ് മധ്യവയസ്സിലേക്ക് നീങ്ങുന്ന ഈ യുവാവ്. കോവിഡ് പോസിറ്റീവുമാണ്. കോവിഡ് സംബന്ധമായി അദ്ദേഹത്തിന്റെ ചികിത്സ നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് മെഡിസിൻ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന എനിക്ക് വിളി വന്നത്. അത്യാവശ്യമാണെങ്കിൽ മാത്രം രോഗിയെ നേരിട്ട് കണ്ടാൽ മതി. പരസ്പര അകലം പാലിച്ച് രോഗവ്യാപനം പരമാവധി കുറയ്ക്കുക എന്നത് മാറിയ കാലത്തെ ചികിത്സാ ചട്ടങ്ങളുടെ ഭാഗമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ആവശ്യമായ എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടർ ഫയലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ട് കാണാതെയും ചികിത്സ നിശ്ചയിക്കാം. അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നത് മുഖവും കണ്ണും കൈയും ശരീരവും പൊതിഞ്ഞു വേണമല്ലോ. എന്നാലും അദ്ദേഹത്തോടെ മുഖാമുഖം സംസാരിക്കണമെന്ന് തോന്നി. പ്രധാന കാരണം അയാൾ മലയാളിയാണ്. സ്വന്തം ഭാഷക്കാരനായ ഒരു ഡോക്ടറോ നേഴ്സോ അവരോട് സംവദിക്കുമ്പോഴാണ്. എത്ര വിദഗ്ധ ചികിത്സയാണെങ്കിലും വിശ്വാസം വരണമെങ്കിൽ സ്വന്തം ഭാഷക്കാരായ ശുശ്രൂഷകൻ ആരെങ്കിലും അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. ബഹുഭാഷാ പാണ്ഡിത്യമോ വിപുലമായ സൗഹൃദ ബന്ധങ്ങളോ ഇല്ലാത്ത സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞത്. ഏകദേശം 2 ആഴ്ച മുമ്പാണ് ഈ മനുഷ്യനെ കോവിഡ് സ്ഥിരീകരിച്ചത്. അതിനു മുമ്പ് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. കോവിഡ് സംബന്ധിയായും അദ്ദേഹത്തിന് പനിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. മഹാഭൂരിഭാഗം കോവിഡ് രോഗികളെയും പോലെ നിരീക്ഷണത്തിനപ്പുറം ചികിത്സയൊന്നും ആവശ്യമില്ലാത്ത നിസ്സാര ഗണത്തിൽപ്പെടുന്ന രോഗി. പക്ഷേ രോഗത്തെക്കുറിച്ച് തീവ്രമായ ആധിയും ആശങ്കയും അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചു കളഞ്ഞിരുന്നു. കോവിഡിനെ കുറിച്ച് സംഭ്രമിപ്പിക്കുന്ന കഥകൾക്കും അതിൽ പങ്കുണ്ട്. രോഗം കൊണ്ടുവന്ന ഒറ്റപ്പെടലിലും മരണഭീതിയിലും സമനില തെറ്റിയ ഒരു നിമിഷം. കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്നും മരണത്തിലേക്ക് ഒരു ചാട്ടം.
പക്ഷേ മരിച്ചില്ല. കാര്യമായ പരിക്കുകളോടെ ഉപ്പൂറ്റി ചതഞ്ഞ് ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നു. ഭീതിയേക്കാളേറെ കുറ്റബോധമാണ് ആ മുഖത്ത് തെളിയുന്നത്. കോവിഡ് രോഗാണുക്കളിൽ നിന്നും പൂർണ്ണമായി സുഖം പ്രാപിച്ചു വരികയുമാണ്. രോഗപീഠകളെക്കുറിച്ച് അമിതമായ ആശങ്കകൾ മരണത്തിലേക്ക് മനുഷ്യനെ തള്ളിയിട്ടുന്നു വരും. ആരുടെയെങ്കിലും ഒരു സാന്ത്വന വാക്ക്, ഒരു സ്നേഹസ്പർശം, അലിവുള്ള ഒരു നോട്ടം, ആർദ്രമായ ഒരു പുഞ്ചിരി ഒക്കെ മതിയാവും. വിഭ്രമാത്മകമായ വിഷാദ ചിന്തയുടെ ഇരുണ്ട ഗഹ്വരങ്ങളിൽ നിന്നും ജീവിത പ്രത്യാശകളുടെ വിശാല മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഇത്തരക്കാരെ കൈപിടിച്ചുയർത്താൻ വെറുപ്പ് വിനിമയം ചെയ്യുന്ന വർത്തമാനകാലത്ത് സ്നേഹം പക്ഷേ അന്യമാണ്. ഹക്സൽ ബുന്തയുടെ ഓർമ്മക്കുറിപ്പിൽ പട്ടിയുടെ കടിയേറ്റ ഭയം നിറഞ്ഞ ഒരു മനുഷ്യന്റെ ചിത്രമുണ്ട്. ലൂയി പാസ്റ്റർ പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ് വികസിപ്പിക്കുന്നതിന് മുമ്പുള്ള ഫ്രാൻസ്. ഡോക്ടർമാർ കുതിരവണ്ടിയിൽ സവാരി ചെയ്ത് രോഗികളെ പരിശോധിച്ചിരുന്ന കാലം. കടിച്ച പട്ടിയുടെ ശ്രമം പരിശോധിച്ചപ്പോൾ രോഗാണുക്കൾ ഒന്നും കണ്ടില്ല. ആഹ്ലാദകരമായ ഈ വാർത്ത കൈമാറുന്നതിന് അത്യുത്സാഹത്തോടെ രോഗിയുടെ അടുത്തേക്ക് ദൂതുമായി പോയ ഡോക്ടർ കണ്ടത് അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ്. പേവിഷബാധ ഏറ്റിട്ടുണ്ടാവുമെന്ന ആധിയിൽ സാധുവായ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരുന്നു. ഈ പുസ്തകത്തില് അവതാരിക എഴുതിയ കാര്യം കൂടിയാണ് എടുത്തു പറയേണ്ടത്. അവതാരിക എഴുതിയിരിക്കുന്നത് കവി വീരാൻകുട്ടിയാണ്. ഭാഷയുടെ പ്രണയ തീർത്ഥാടനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. സഞ്ചാരപ്രിയനും ചികിത്സകനും പ്രവാസിയുമായ ഒരാളുടെ അനുഭവ പുസ്തകമെന്ന കൗതുകത്തോടെയാണ് മലകളുടെ മൗനം കയ്യിലെടുത്തത്. ഒറ്റയിരുപ്പിൽ വായിച്ചു കഴിഞ്ഞപ്പോൾ ആ കൗതുകം വിസ്മയമായി. ദൈവാനുരാഗം കൊണ്ട് ശുശ്രൂഷിക്കപ്പെട്ട ആത്മാവ് ഭാഷയിൽ തൊട്ടുവരച്ച സുന്ദര ചിത്രങ്ങളെന്ന് ഈ ഓർമ്മ പുസ്തകത്തെ വിശേഷിപ്പിക്കട്ടെ. വായിച്ചു കഴിയുമ്പോൾ ആ ദിവ്യപ്രണയത്തിന്റെ സുഗന്ധത്താൽ നമ്മളുടെ മനസ്സും ലേപനം ചെയ്യപ്പെടുമെന്നതിന് തർക്കമില്ല. കാരുണ്യത്തിന്റെ ഉറവയിൽ മനസ്സ് തണുക്കും. ചികിത്സകനല്ലായിരുന്നുവെങ്കിൽ എഴുത്തുകാരനോ ഭാഷാധ്യാപകനോ ആയി തീരുമായിരുന്ന ഒരാളിന്റെ സർഗജീവിതം ഓരോ വരിയിലും ത്രസിക്കുന്നുണ്ട്. നിശിതമായ ധൈഷ്ണിക അന്വേഷണത്തിന്റെ കനലുകൾ കാൽപ്പനിക സൗന്ദര്യമുള്ള ഭാഷയിൽ പൊതിഞ്ഞുവച്ച കൃതിയെന്ന് അസദിന്റെ മക്കയിലേക്കുള്ള പാതയെ ലേഖകൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ആ ലോകോത്തര കൃതി വായിച്ച വെളിച്ചത്തിലിരുന്നാവണം ജാഫർ എന്ന എഴുത്തുകാരൻ മലകളുടെ മൗനം എഴുതിയത് എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. തീയിൽ കാച്ചി പരുവപ്പെടുത്തി ആത്മവിശുദ്ധിയുടെ സാന്നിധ്യവും അതു പകരാൻ പട്ടിന്റെ മാർദ്ദവുമുള്ള ഭാഷയും ഈ എഴുത്തുകാരനെ അനുഗ്രഹിച്ചിരിക്കുന്നു. 50 അനുഭവക്കുറിപ്പുകളുടെ സമ്പുടമാണ് ഈ പുസ്തകം. 2-3 താളിൽ അവസാനിക്കുന്ന കവിത പോലുള്ള കുറിപ്പുകളാണവ. ഓരോ കുറിപ്പും ഓരോ യാത്രകൾ, ഓരോ യാത്രയും ഓരോ തീർത്ഥാടനങ്ങൾ. അതിൽ ദൈവവും മനുഷ്യനും സംഗമിക്കുന്ന കാരുണ്യത്തിന്റെ ഉർവരത. വിഷഗ്വരന്റെ തിരക്കുള്ള ജീവിതത്തിനിടയിൽ എഴുത്തുകാരനെ എങ്ങനെയാണ് ഈ മട്ടിൽ യാത്രയുടെ തോഴനാകാൻ കഴിയുന്നത് എന്ന് നാം ആശ്ചര്യപ്പെടും. ആ യാത്രയ്ക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്. എല്ലാവരും സന്ദർശിക്കുന്ന മനോഹര നഗരങ്ങളല്ല, ചരിത്രം അഗാധമാക്കിയ സവിശേഷതയുള്ള പ്രദേശങ്ങളാണ് ജാഫറിന്റെ എഴുത്തിൽ വരുന്നത്. ആൻഡലൂഷ്യൻ ചരിത്രത്തെ അടക്കം ചെയ്ത കൊർദാവോ, ഇടയന്മാരായ മസായികൾ ഗോത്രജീവിതം നയിക്കുന്ന കിളിമഞ്ചാരോ മലനിരകൾ, കസാന്ത് സാക്കീസ് യൗവനം ചെലവിട്ട ഗ്രീസിലെ എഥോസ്, മെറ്റിയോറ കുന്നിൻ നിരകൾ, അൽ മുസഫ അന്ത്യപ്രഭാഷണം നിർവഹിച്ച അറഫ, മാൽക്കം എക്സിനെ അടക്കം ചെയ്ത ന്യൂയോർക്കിലെ ഫേൺക്ലിഫ് ശ്മശാനം, ഫാഷിസത്തിന്റെ മരണയന്ത്രങ്ങൾ മനുഷ്യരെ കശാപ്പ് ചെയ്തതിന്റെ ഓർമ്മ പേറുന്ന പോളണ്ടിലെ ഓഷ്വിറ്റ്സ് എന്നിങ്ങനെ ചരിത്രം ഘനീഭവിച്ചു നിൽക്കുന്ന ഇടങ്ങളാണ് ജാഫറിന്റെ യാത്രകളെ സാന്ത്വനമാക്കുന്നത്. താൻ ചികിത്സിക്കുകയോ തന്നോടൊപ്പം പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുന്ന മറ്റൊരു ലോകവും ഈ ദേശമെഴുത്തിൽ സജീവമായി വരുന്നുണ്ട്. വേരുകൾ എന്ന രൂപകത്തിലൂടെ പിറന്ന മണ്ണിനോടും ജനിതക സത്തയോടും അതിനുള്ള ജൈവിക ബന്ധവും ഒപ്പം ആലേഖനം ചെയ്യപ്പെടുന്നു. ഏകമാനവികതയാണ് ഈ കൃതിയിൽ പ്രകാശിതമാകുന്ന മതദർശനത്തിന്റെ സ്വച്ഛതയും വിശുദ്ധിയും ലക്ഷ്യം വയ്ക്കുന്നത്. കാലാനുസാരം വന്നു ചേർന്ന അപഭ്രംശങ്ങളും പൗരോഹിത്യവും ഇടുക്കം സൃഷ്ടിച്ച മതമല്ല ഗ്രന്ഥകാരൻ വിഭാവന ചെയ്യുന്നത്. നദിയെ അതിന്റെ ഉറവ മുൻനിർത്തി നിർവചിക്കുന്നത് പോലെ മതത്തിലെ ആദ്യ നന്മകളെയും പ്രവാചക പാരമ്പര്യത്തെയും മുൻനിർത്തി വിശാലമായൊരു ദൈവിക ദർശനം ഈ കൃതി അന്വേഷിക്കുന്നു. സൂഫികളിലും അസദിലും കാരൻ ആംസ്ട്രോങ്ങിലും മറ്റും ദൃശ്യമായ അതിന്റെ ദാർശനിക സൗന്ദര്യശാസ്ത്ര വിടർച്ചകളും തിരയുന്നു. കസാന്ത് സാക്കീസ്, ടോൾസ്റ്റോയ്, ദസ്തയേവ്സ്കി തുടങ്ങിയവരുടെ ജീവിതവും ദർശനവും ഒപ്പം ചേർത്തുവെച്ച് ഏകമാനവികതയിലേക്ക് ആ വിചാരത്തെ ഇണക്കുന്നു. അതിരറ്റ കരുണയെ അത് വാഗ്ദാനം ചെയ്യുന്നു. പ്രണയഭാവത്തെ അതിനു ചാന്തായി ചേർക്കുകയും ചെയ്യുന്നു. മലകളുടെ മൗനത്തെ ഏകാന്തതയായി അനുഭവിക്കുന്ന മിസ്റ്റിക് ഭാവമാണ് അതിന്റെ ആന്തരശ്രുതി. വിശ്വാസിയായ മനുഷ്യൻ വീണ്ടെടുക്കേണ്ട ആത്മാഭിമാനത്തെ മാൽക്കം എക്സിന്റെ ജീവിതകഥയിലൂടെ പറയുമ്പോൾ എഴുത്തുകാരൻ മുന്നോട്ട് വയ്ക്കുന്ന ആത്മീയതയുടെ രാഷ്ട്രീയം വ്യക്തമാകും. യഹൂദരുടെ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ ചൂണ്ടിക്കാട്ടി തന്റെ നിലപാടിനെ സമകാലീന അവസ്ഥയുമായി ചേർത്ത് വെക്കുന്നുണ്ട് അദ്ദേഹം. ഒപ്പം ആഫ്രിക്കയുടെ രത്നഗർഭങ്ങളെ കൊള്ളയടിച്ച് അവർക്ക് തീരാദുരിതം പകരം നൽകുന്ന അധിനിവേശത്തിന്റെ വിമർശനവും ഗ്രന്ഥകാരൻ വരികൾക്കിടയിൽ നിർവഹിക്കുന്നുണ്ട്. ദൈവം സുന്ദരനാണ്, അവൻ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു എന്ന പ്രവാചക വചനത്തെ അടിസ്ഥാനമാക്കി
അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയ ഒരു സൗന്ദര്യ ദർശനം ചിന്തയിലും ഭാഷയിലും ഒരുപോലെ നിലനിർത്താൻ രചയിതാവിന് കഴിഞ്ഞിരിക്കുന്നു. ആത്മീയത പോലെ അനുഭവിച്ചറിയേണ്ടതാണ് സൗന്ദര്യവും കലാചാരുതയും എന്ന് നടി മുംതാസിന്റെ ശവകുടീരത്തിൽ എല്ലാ വർഷവും പൂക്കളർപ്പിക്കാൻ ജുഹുവിലെത്തുന്ന പൂർവ്വ കാമുകന്റെ കഥ പറയുന്നിടത്ത് ലേഖകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഈ കുറിപ്പ് അവസാനിപ്പിക്കാം. ഈ കൃതിയിൽ പിന്തുടരുന്ന ആഖ്യാനത്തിന്റെ അഴകിനെ കുറിച്ചാണത്. ഫ്രഷ്നെസ് അനുഭവപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളിലാണ് ഈ കൃതി എഴുതപ്പെട്ടിട്ടുള്ളത്. മലയാള ഭാഷയുടെ സൗന്ദര്യം ഒരു കവിതയിൽ എന്ന പോലെ അതിന് കൈവന്നിരിക്കുന്നു. അധ്യായ ശീർഷകം തൊട്ട് ആ വാക്ചന്തം കാണാം. കാൽപ്പനിക ഭംഗി അതിന് അലുക്ക് ചാർത്തുകയും ചെയ്യുന്നു. ഈ കൃതി 2ാം പതിപ്പിലേക്ക് പ്രവേശിക്കുന്നതിൽ അത്ഭുതമില്ല. അനേകായിരം വായനക്കാർ പിറകെ വരുന്നുണ്ട്. കരുണയുടെ മഷി കൊണ്ട് പ്രണയസമേതം എഴുതപ്പെട്ട പുസ്തകത്തിന്റെ അർഹതയുമാണത്. ഇങ്ങനെ കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ടുള്ള കുറേയധികം അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണ് മലകളുടെ മൗനം. അദ്ദേഹത്തിന്റെ യാത്രയിലൂടെ, അദ്ദേഹത്തിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അനുഭവിച്ച കുറേയധികം കാര്യങ്ങൾ ഓരോ ചാപ്റ്ററുകളായി ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർ ജാഫർ AP എഴുതിയ മലകളുടെ മൗനം എന്ന പുസ്തകമാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഈ ഒരു പുസ്തകത്തിന്റെ വിവിധ ചാപ്റ്ററുകൾ നമ്മൾക്കായിട്ട് വായിച്ചു തന്നത് ജാബിർ റഹ്മാനാണ്. ജാബിർ, ഒരുപാട് നന്ദി. വീണ്ടും എത്തി നമുക്ക് ഈ ഒരു പുസ്തകത്തിന്റെ ഓരോ ചാപ്റ്ററുകളും കൃത്യമായിട്ട് വായിച്ചു തന്നതിൽ സന്തോഷം രതീഷ്, ഇങ്ങനൊരു അവസരം തന്നെ. ഓക്കെ, അപ്പം പുതിയ പുസ്തകത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുകയാണ് ജാബിറിന്. താങ്ക് യു വെരി മച്ച്. വയലിലെ ലില്ലികൾ, അന്വേഷി, പ്രവാസി, കോർദാവോ, മതിലുകൾ, നീ നിന്റെ മുഖം നോക്കൂ, വേരുകളെ സ്നേഹിക്കുന്നവർ, ദ്വീപ്, വളവുകൾ, ആകാശം, വേരുകൾ മുറിഞ്ഞവർ, അകലെ എത്രയടുത്ത, ശാസ്ത്രം, ബാപ്പയുടെ വഴി, ഭിന്നശേഷി, ഇരുട്ട്, വെട്ടം, ഹക്കുന്ന മറ്റാറ്റ, പഗോഡിയയിൽ ഒരു അമ്പിളിക്കീറ്, ലാവണ്യം ലോകത്തെ കാത്തുകൊള്ളും, മലകളുടെ മൗനം, കുന്നത്തെ വെളിച്ചം, അങ്ങനെ തുടങ്ങി 50ഓളം ചാപ്റ്ററുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഒരു യാത്രയെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പുസ്തകം കൂടി തന്നെയാണ് മലകളുടെ മൗനം. ഇതുവരെ വായിച്ചിട്ടില്ലാത്തവർ വായിക്കൂ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റേഡിയോ ലൈബ്രറിയിൽ നിന്നും രതീഷും ബബൈ പറയുകയാണ്. കേട്ടോടിക്കൂ ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലയാളം 98.6 FM.